എനിക്കു രസമീ നിമ്നോന്നതമാം വഴിക്കു തേരുരുൾ പായിക്കൽ. ഇതേതിരുൾ കുഴിമേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ. അമ്പാടിയിലേക്ക് കൃഷ്ണനുമായി എത്തിയ ദാരുകൻ ശരിക്കും തൻ്റെ തേരിനെയും തേർചക്രങ്ങളെയും പറ്റിയാണ് പാടുന്നത്. പിന്നെ അത് ജീവിതപാതയിലേക്ക് തിരിയുന്നു. ഒരിറ്റു കണ്ണീരുപ്പു പുരട്ടാതെന്തിനു ജീവിത പലഹാരം. അനേകം കാവ്യാസ്വാദകർക്ക് ജീവിതരഥത്തിന്റെ പോക്കിനെക്കുറിച്ച് സധൈര്യം നിലപാടെടുക്കാൻ വഴി തെളിച്ച വാക്കുകളാണിവ. ഉയർന്നും താണും കിടക്കുന്ന സമനിരപ്പല്ലാത്ത ജീവിതപാതയിൽ ഉരുൾ പായിച്ച് രഥമോടിക്കൽ അത്ര എളുപ്പമല്ല. പക്ഷേ ആ യാത്ര രസകരമായി കാണുന്ന കവി അസലൊരു മോട്ടിവേഷൻ ക്ലാസ്സാണ് ആ വരിയിലൂടെ പകർന്നു നൽകുന്നത്. ഏത് ഇരുൾക്കുഴി മേലുരുണ്ടാലും ഈ കടിഞ്ഞാൺ ഞാൻ കൈവിടില്ല എന്ന സധൈര്യം വിളംബരം ചെയ്യുക വഴി പരാജയഭീതിയെ ആട്ടിപ്പായിക്കാനും കവി ഉദ്ബോധനം ചെയ്യുന്നു. വെറുതെയാണോ ഇടശ്ശേരിയെ ശക്തിയുടെ കവി എന്ന നിരൂപക ലോകം വിളിച്ചത്? ജീവിതം എത്ര തന്നെ കാഠിന്യമേറിയതായാലും അതിനെ സസന്തോഷം നേരിടാനാണ് ഒട്ടുമിക്ക മഹാന്മാരും നമ്മെ ഉദ്ബോധിപ്പിച്ചിട്ടുള്ളത്. സുഖവും ദുഃഖവും ഒരേപോലെ കാണാൻ കഴിവുള്ളവനാകണം മാതൃകാ മനുഷ്യൻ എന്ന് ഭഗവത്ഗീത. ദുഃഖത്തിൽ ഉൾനടുങ്ങാത്തോൻ, സുഖത്തിൽ കൊതിയറ്റവൻ, രാഗദ്വേഷ ഭയം വിട്ടോൻ, സ്ഥിതധീ മുനിയാണവൻ. ഭഗവത്ഗീതയിൽ സ്ഥിതപ്രജ്ഞൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്തരം മനുഷ്യരെയാണ്. ചില മഹാന്മാർ ഒരു പടി കൂടി കടന്ന് ജീവിതത്തിന്റെ സുഖം കാക്ഷിക്കാതെ കയ്പിനെയും ചവർപ്പിനെയും ആഗ്രഹിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്നു. വിനയാർന്ന സുഖം കൊതിക്കയിൽ ഇനിമേലിൽ ഞാൻ അസുഖം ഭരിക്കുവൻ എന്ന് കുമാരനാശാന്റെ സീത പറയുന്നുണ്ട്. ഒരു ദുഃഖമെങ്കിലും ഒഴിയാതെ വേണമേ നിന്നെ സ്മരിക്കുവാനായി എന്ന് മഹാഭാരതത്തിൽ കുന്തി കൃഷ്ണനോട് പറയുന്നു. ഇയ്യോബിനെ പോലുള്ള ബൈബിൾ കഥാപാത്രങ്ങളെയും ഇത്തരുണത്തിൽ സ്മരിക്കാവുന്നതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം മനുഷ്യരോട് സന്തോഷസൂത്രമാണ് ഉപദേശിക്കുന്നത്. സന്തോഷമാണെന്ന് സങ്കല്പിച്ചാൽ മതി, സന്തോഷം വന്നെത്തും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സന്തോഷമോ ദുഃഖമോ, കയ്പോ മധുരമോ?